ദിലീപിന്റെ ശബരിമല ദർശനത്തിൽ പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. CCTV ദൃശ്യങ്ങളും നാളെ നൽകും. ആരൊക്കെ ഹരിവരാസന സമയത്ത് ഉണ്ടെന്നതും വിശദമായ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നും മുരാരി ബാബു പറഞ്ഞു. വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും സരീഷ് PK ചേരുന്നുണ്ട്. സരീഷ്, എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് വിശദമായി സൂചിപ്പിച്ചിട്ടുള്ളത്? റിപ്പോർട്ടിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചത് എന്നുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല. വിശദമായ ഒരു റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആർക്കും ഒരു പ്രത്യേക പരിഗണന അവിടെ നൽകരുത്. എല്ലാ ഭക്തന്മാരും തുല്യരാണ്. എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സമന്മാരായി കാണണം എന്ന് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന് വിഭിന്നമായാണ് ഇന്നലെ ചലച്ചിത്ര താരം ദിലീപ് ദർശനം നടത്തിയത്. ഇന്നലെ സോപാനത്തിന് വലതുഭാഗത്തൂടെ എല്ലാ ഭക്തരും ഇടതുഭാഗത്തു നിന്നാണ്, അതായത് ഫ്ലൈ ഓവർ ഭാഗത്തു നിന്നാണ് എത്താറ്. പക്ഷേ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുറിയുടെ ഭാഗത്തു നിന്നാണ് ദിലീപ് എത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഹരിവരാസനം ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് ഏതാണ്ട് 10 മിനിറ്റോളം അദ്ദേഹം ദർശനം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും, അതായത് മല കയറി ഇരുമുടിയുമായി എത്തിയ പല ആളുകൾക്കും ഇന്നലെ രാത്രി ദർശനം നടത്താൻ സാധിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയം എടുത്തത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് ഇതിൽ കൃത്യമായ റിപ്പോർട്ട് നൽകും. CCTVയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ദേവസ്വത്തിന്റെ അറിവോടെയല്ല ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. ഏതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ കൃത്യമായി ഇത് പറയും. അതോടൊപ്പം തന്നെ ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം നിലവിലില്ല എന്നുകൂടിയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ആഭ്യന്തര വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ വിജിലൻസിന്റെ റിപ്പോർട്ട് കൂടി തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കും. എന്താണ് നടന്നത് എന്ന് കൃത്യമായി തെളിയുന്ന ഒരു റിപ്പോർട്ടായിരിക്കും തിങ്കളാഴ്ച നൽകുക. അതോടൊപ്പം തന്നെ CCTV എന്താണോ ശബരിമലയിൽ നടന്നത്, സന്നിധാനത്ത് നടന്നത്, അത് കൃത്യമായി ഉൾപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദിലീപിനോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലാ ജഡ്ജി കൂടി കഴിഞ്ഞ ദിവസം സോപാനത്തിന് മുന്നിലുണ്ടായിരുന്നു, ഹരിവരാസന സമയത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ആരൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് ആരൊക്കെയാണോ സോപാനത്തിന് മുന്നിലുണ്ടായിരുന്നത്, അതെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും കൃത്യമായ റിപ്പോർട്ട് നൽകുക എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഡോണർ മുറിയുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അത് കൃത്യമായി പാലിക്കുമെന്ന് കൂടി എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു വയ്ക്കുന്നു. കാലാകാലങ്ങളായി കുറേ ആളുകൾ സ്വന്തം പേരിൽ മുറി രജിസ്റ്റർ ചെയ്ത് വാടക നൽകി വരുന്നുണ്ട്. അത്തരത്തിൽ 15-20 വർഷമായി ആളുകൾ അത്തരം മുറികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ വാടക ലഭിക്കുന്നത് കൊണ്ടാണ് കൃത്യമായ ഒരു അന്വേഷണം നടത്താതിരുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് നൽകും. അതോടൊപ്പം തന്നെ കോടതി വിധി കൃത്യമായി പാലിക്കും എന്നുകൂടിയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു വയ്ക്കുന്നത്. സരീഷ്, തുടർന്ന് ഇനി അടുത്ത ദിവസം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇതിലെ നിയമപരമായ സാധ്യതകൾ അതെത്തരത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക? നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ നേരത്തെ തന്നെ കോടതി വിധിയിൽ പറയുന്നത് ഒരാൾക്കും പ്രത്യേക പരിഗണന നൽകരുത്, മറ്റുള്ള ഭക്തർക്ക് എന്ത് പരിഗണനയാണോ നൽകുന്നത് അത് തന്നെ ആയിരിക്കണം ഈ വരുന്ന ആളുകൾക്കും എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ അത് മറികടന്നാണ് ഈ ദിലീപിനെ മുന്നിലെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കോ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ദിലീപിനെ മുന്നിൽ കൊണ്ടുവന്നത് 10 മിനിറ്റോളം തൊഴിച്ചത് എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. കാരണം അത് കോടതി അലക്ഷ്യമാണ്. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. പക്ഷേ ദേവസ്വവും പോലീസും നേരത്തെ അറിയിച്ചിരുന്നത് തങ്ങളുടെ അറിവോടെയല്ല, പോലീസിന്റെ എസ്കോർട്ടോടെയല്ല ദിലീപ് വന്നത് എന്നാണ് പോലീസ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു ഓഫീസർ പോലും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ദിലീപിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്തായാലും റിപ്പോർട്ടിൽ ഏത് രീതിയിലാണോ പരാമർശം നടത്തുന്നത്, റിപ്പോർട്ടിൽ ആർക്കെങ്കിലും എതിരെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും കോടതി അലക്ഷ്യ നടപടി എന്ന രീതിയിൽ ആ ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശമുണ്ടാകും. ശരി സരീഷ്, ദിലീപിന്റെ ശബരിമല ദർശനത്തിൽ പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് സരീഷ് PK സന്നിധാനത്ത് നിന്നും നൽകിയത്.